നമസ്കാരം. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് ഭാവിയിൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്കുമേൽ കടുത്ത ഉപരോധങ്ങൾ ഉണ്ടായ കാലത്തായിരുന്നു അവരിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ വർദ്ധിപ്പിച്ചത്. അക്കാലത്ത് 20% നിരക്കിളവിലാണ് റഷ്യ ക്രൂഡ് ഓയിൽ തന്നിരുന്നത്. എന്നാൽ പിന്നീട് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറഞ്ഞു. ഇതോടെ നിലവിലെ റഷ്യയെ കൈവിട്ടാലും ഇന്ത്യക്ക് കനത്ത നഷ്ടം സംഭവിക്കില്ല എന്ന കാര്യം വാസ്തവമാണ്. US ചുമത്തിയ പകരം തീരുവ 18% കുറയുമ്പോൾ ഉണ്ടാകുന്ന നേട്ടവും ക്രൂഡ് ഓയിൽ ഇറക്കുമതി വഴി സംഭവിക്കാവുന്ന നഷ്ടം നികത്താൻ ഇന്ത്യയെ സഹായിക്കും. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ മാറ്റം നിലവിൽ രാജ്യത്തെ പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം തുടങ്ങിയവയുടെ വിലയിലും കാര്യമായ ചലനമുണ്ടാക്കില്ല. എന്നാൽ ഭാവിയിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായാൽ അത് ഇന്ത്യയെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക പലരും പങ്കുവയ്ക്കും. വിലയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാതെ ക്രൂഡ് ഓയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് റഷ്യ. ഇന്ത്യ US വ്യാപാര കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും വിദേശ നയ സ്വാതന്ത്ര്യത്തിനും ഗുരുതര വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതാണ്. ഉടനടി സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം കരാറുകൾ ദീർഘകാല തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന യാഥാർത്ഥ്യം ഇന്ത്യ അവഗണിക്കാൻ പാടില്ല. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക് വെറും ഒരു ഊർജ്ജ സ്രോതസ് മാത്രമല്ല, അത് വില സ്ഥിരത, വിതരണ സുരക്ഷ, ചർച്ചാ ശക്തി എന്നിവയുടെ ഉറപ്പ് കൂടിയാണ്. യുക്രൈൻ യുദ്ധാനന്തര ഘട്ടത്തിൽ റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ഡിസ്കൗണ്ടഡ് ഓയിൽ ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് നിയന്ത്രിക്കാൻ നിർണായക പങ്കാണ് വഹിച്ചത്. ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ഇന്ത്യ കൂടുതൽ ചെലവേറിയ മിഡിൽ ഈസ്റ്റ്, അമേരിക്കൻ വിപണികളിലേക്ക് ആശ്രയിക്കേണ്ടി വരും. അതോടെ ഇന്ധന വില വർധനയും പണപ്പെരുപ്പവും വ്യവസായ ഉൽപാദന ചെലവുകളുടെ വർധനവും അനിവാര്യമാകും. എന്നാൽ സാമ്പത്തിക ആഘാതത്തെക്കാൾ ഭീഷണിയായത് റഷ്യ ഇന്ത്യ ബന്ധം വഷളാകുന്നതിന്റെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങളാണ്. റഷ്യ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയായി ഇന്നും അതാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഏകദേശം 60 മുതൽ 70% ആയുധ സംവിധാനങ്ങളും റഷ്യൻ സംഭാവനയാണ്. ബന്ധം ദുർബലമായാൽ സ്പെയർ പാർട്സിന്റെ ലഭ്യത, അപ്ഗ്രഡേഷൻ, സാങ്കേതിക പിന്തുണ എന്നിവയിൽ വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഇത് നേരിട്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വലിയ വിഷയമായി മാറും. റഷ്യ പിൻവലിക്കാൻ സാധ്യതയുള്ള കരാറുകൾ കൂടി ഇന്ത്യ ഗൗരവത്തോടെ കണക്കാക്കണം. S-400 എയർ ഡിഫൻസ് സിസ്റ്റം, അണവോർജ്ജ സഹകരണം, സംയുക്ത ആയുധ നിർമ്മാണ സംരംഭങ്ങൾ, ബഹിരാകാശ സഹകരണം എന്നിവയിൽ റഷ്യ പിന്മാറുകയോ സഹകരണം കുറയ്ക്കുകയോ ചെയ്താൽ ഇന്ത്യക്ക് പകരം കണ്ടെത്തുക എളുപ്പമല്ല. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇത്തരം സാങ്കേതിക വിദ്യകൾ നൽകുമ്പോൾ കടുത്ത നിബന്ധനകളും രാഷ്ട്രീയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നു എന്നത് ഇന്ത്യയുടെ മുൻ അനുഭവങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ നയതലത്തിൽ റഷ്യയുമായുള്ള ബന്ധം ദുർബലമാകുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ആശയത്തെ തന്നെ ചോദ്യം ചെയ്യും. US-ന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയെ പൂർണ്ണമായും അകറ്റുന്നത് ഇന്ത്യയെ ഒരു പക്ഷാപാതമുള്ള ശക്തിയുടെ ഉപഗ്രഹമായി ചിത്രീകരിക്കാനുള്ള സാധ്യത ഉയർത്തും. ഇത് ഗ്ലോബൽ സൗത്തിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയെ ബാധിക്കും. കൂടാതെ റഷ്യ ചൈനയുമായി കൂടുതൽ അടുക്കാൻ സാധ്യതയുണ്ട് എന്നത് വലിയൊരു ഭീഷണിയാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ തന്ത്രപരമായ എതിരാളിയായ ചൈനയുമായി റഷ്യയുടെ സൈനിക സാങ്കേതിക സഹകരണം ശക്തമാകുന്നത് ഇന്ത്യക്ക് ഇരട്ട ഭീഷണിയായി മാറും. അതായത് ഒരു വശത്ത് US-ന്റെ നിബന്ധനകൾ, മറുവശത്ത് റഷ്യ ചൈന കൂട്ടുകൾ. അതിനാൽ ഇന്ത്യ US വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമായാലും അത് റഷ്യയുമായുള്ള ഊർജ്ജ പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങൾ ബലിയർപ്പിച്ചുകൊണ്ട് ആയിരിക്കും. ഇന്ത്യയുടെ താല്പര്യം നിലനിർത്തുന്നത് വൈവിധ്യമാർന്ന പങ്കാളിത്തത്തിലും സ്വതന്ത്ര തീരുമാനങ്ങളിലുമാണ്. ക്രൂഡ് ഓയിൽ വാങ്ങൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ഒരു വ്യാപാര തീരുമാനമല്ല, അത് ഇന്ത്യയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു തന്ത്രപരമായ പിഴവായി മാറാൻ സാധ്യതയുണ്ട്.